ഹായ് ഫ്രണ്ട്സ്, ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വെയിറ്റ് ഗെയിനിങ് റെസിപ്പി നോക്കിയാലോ. ചെറിയ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ വെയിറ്റ് കൂടാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ചെറിയ കുട്ടികളില്ലേ, നമ്മൾ 6-ാം മാസം 7-ാം മാസം തൊട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തതാണ് കേട്ടോ. ഇനി ഇത് നടുവെ 2 കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പോവാതിരിക്കണമെങ്കിൽ ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കിഴങ്ങാണ്. നമുക്കിത് 6-ാം മാസം തൊട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഹൈലി ന്യൂട്രീഷൻ ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലാണ് ഇതിൽ. ഏകദേശം ഒരു 77% വാട്ടർ കണ്ടൻറ്റ് ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാതിരിക്കാനും ഉള്ളത് മാറാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് കഴിച്ചാൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വെയിറ്റ് ഗെയിനിങ് ഫുഡ് കൂടിയാണ്. ഇതിലെ ഹൈ കലോറി ലെവലാണ് നമുക്ക് വെയിറ്റ് കൂടാൻ സഹായിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു കിഴങ്ങാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ എന്തായാലും ഇത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കിഴങ്ങ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ കുറച്ച് വലിയ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇതിങ്ങനെ തന്നെ പുഴുങ്ങി കഴിച്ചാൽ മതി കേട്ടോ. ദിവസവും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വെയിറ്റ് കൂടും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ ശർക്കര പാനിക്ക് പകരം പനം കൽക്കണ്ടം ഉണ്ടല്ലോ, അത് പൊടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പന ശർക്കര കിട്ടും, അതും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോക്ക് തന്നെ ഓൾറെഡി മധുരമാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ മധുരം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മളിത് അരിക്കുന്നത് ഇതിൽ ചെറിയ നാര് പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്കത് പറ്റാത്തതുകൊണ്ടാണ് അരിക്കുന്നത്. കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറുക്കിയെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കിത് കുറുക്കിയെടുക്കാം. അപ്പോൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിലും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ള ലോറിക് ആസിഡ് എന്നുള്ളൊരു ഘടകം ഈ തേങ്ങാപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഈ ലോറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതാണ് കേട്ടോ. നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങാപ്പാലിൽ കുറച്ച് ശർക്കരയൊക്കെ ചേർത്തിട്ട് ഇടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ബുദ്ധിശക്തി വർദ്ധിക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇനി ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മറ്റു കുറുക്കുകളൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കുറുക്കും കൂടി ഉൾപ്പെടുത്തുക കേട്ടോ.